ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ ഫർള് നമസ്കാരങ്ങളെ ഒഴിവാക്കുന്നവരായിരിക്കും. ജോലി തിരക്കിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ചെറിയ രോഗങ്ങളൊക്കെ വന്ന് ഭവിക്കുമ്പോൾ തന്നെ നമസ്കാരത്തെ നമ്മൾ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നവരായിരിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യൻ മനഃപൂർവ്വം ഫർള് നമസ്കാരങ്ങളെ 5 വഖത്ത് ഫർള് നമസ്കാരങ്ങളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും നാളെ പരലോകത്തുമായി കഠിനമായ 7 പരീക്ഷണങ്ങളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. എന്നിട്ട് മുത്തുനബി തങ്ങൾ ആദ്യമായി പറയുന്ന ഒന്നാമത്തെ പരീക്ഷണം, അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണത്തിലും വരുമാന മാർഗങ്ങളിലും ഒരുപാട് ഞെരുക്കത്തെ അള്ളാഹു കൊടുക്കുന്നതായിരിക്കും. എത്ര സമ്പത്ത് നമ്മൾ ജോലി ചെയ്ത് വരുമാന മാർഗം കിട്ടിയാലും ആ സമ്പത്ത് കൊണ്ട് നമുക്ക് മതിയാകാതെ, ഒരു ബറക്കത്ത് ലഭിക്കാതെ എപ്പോഴും ഒരു ഞെരുക്കം നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഫർള് നമസ്കാരങ്ങൾ ഒഴിവാക്കൽ കൊണ്ട് കിട്ടുന്ന ഒന്നാമത്തെ ഏറ്റവും വലിയ പരീക്ഷണമാണ് ബറക്കത്ത് ഇല്ലാതിരിക്കുക എന്നുള്ളത്. രണ്ടാമതായി മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നു, അവൻ്റെ മുഖത്തിലുള്ള ഈമാനിൻ്റെ ആ ഒരു വെളിച്ചം, ഈമാനികപരമായ ആ ഒരു പ്രകാശം അവൻ്റെ മുഖത്ത് നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയുന്നതായിരിക്കും. ചിലരെയൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ മുഖത്ത് നല്ല പ്രശോഭിതമായ വലിയ സന്തോഷം നൽകുന്ന മുഖപ്രസന്നത നമുക്ക് കാണാൻ സാധിക്കും. അത് നമസ്കാരങ്ങൾ നിലനിർത്തുന്നവരിലായിരിക്കും കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഫർള് നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നവരുടെ മുഖത്ത് നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനിൻ്റെ പ്രഭയെ നഷ്ടപ്പെടുത്തി കളയുന്നതായിരിക്കും. മൂന്നാമതായി നബിതങ്ങൾ പറയുകയാണ്, ഫർള് നമസ്കരിക്കാതെ ഈ ദുനിയാവിൽ ജീവിതത്തെ അവൻ ചിലവഴിച്ചുകൊണ്ട് അവസാനം മരണത്തിന് വിധേയമാകുമ്പോൾ ദാഹിച്ചു വലഞ്ഞവനായ നിലയിൽ, കഠിനമായ നിലയിൽ അവൻ്റെ റൂഹിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിക്കുന്നതായിരിക്കും. അഥവാ മരണസമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ അവൻ അനുഭവിച്ചു കൊണ്ട് മാത്രമേ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുകയുള്ളൂ. നാലാമതായി പറയുന്നു, അവൻ ചെന്ന് കിടക്കുന്ന കബറിടം വല്ലാതെ ഞെരുക്കത്തിൻ്റെയും ഇരുളിൻ്റെയും ഒരു ഏകാന്തതയുടെയും ഭവനമായി അള്ളാഹു കബർ ജീവിതത്തെ അവന് മാറ്റിക്കൊടുക്കുന്നതാണ്. അഞ്ചാമത്തെ കാര്യം, നാളെ ഖിയാമത്ത് നാളിൽ കടന്നു വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കഠിനമായ വിചാരണകൾക്ക് വിധേയപ്പെടുത്തും. അവൻ ജീവിതത്തിൽ ചെയ്തു പോയ ഓരോ കാര്യത്തിൻ്റെയും കാരണങ്ങളെ ചോദിക്കുകയും അവൻ കാരണങ്ങൾ പറയുമ്പോൾ അതിനെ ഒന്നിനെയും അള്ളാഹു സ്വീകരിക്കാതെ അള്ളാഹു കഠിനമായ വിചാരണയ്ക്ക് അവനെ വിധേയപ്പെടുത്തുന്നതായിരിക്കും. ആറാമതായി അള്ളാന്റെ ഹബീബ് പറഞ്ഞു തരികയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം അവന് ലഭിക്കുന്നതാണ്. അള്ളാഹു അവനെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുകയില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ തിരുനോട്ടം പോലും കിട്ടാതെ റബ്ബിൻ്റെ കോപത്തിനിരയാകുന്നതാണ്. എല്ലാത്തിനും ഉപരിയായി ഏഴാമത്തെ കഠിന പരീക്ഷണമായി അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, ഫർള് നമസ്കാരങ്ങളെ ഉപേക്ഷിച്ചവനായ ആളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഒരിക്കലും ഫർള് നമസ്കാരങ്ങളെ അകാരണമായി നമ്മൾ മുടക്കാൻ പാടില്ല. നാഥൻ ഫർള് നമസ്കാരങ്ങളെയും മറ്റ് എല്ലാ നമസ്കാരങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് ഇരുലോകത്തും വിജയിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.